എന്റെ ചെങ്ങ ഒന്ന് ബനിയനിട്ടോണ്ട് വരുമോ? പിന്നെ ബോഡി പുറത്ത് കാണിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഉള്ളികൾ ആദ്യമൊക്കെ അടിച്ച് പിന്നെ ഷേവ് കൈമാറ്റം, കത്തി കൈമാറ്റം. അടുത്തത് മുഴു ചോദിച്ചല്ലേ കുറിച്ചോ. എനക്ക് പണിയാ, എനിക്ക് ഇവിടെ പണി അല്ല വേണം കുറച്ചേ രൂപ എടുക്കുന്ന ഒരു സുഖമില്ല. ഞാൻ കഴിച്ച ഞാൻ എത്ര ആക്കിയത് ഞാനാടാ. രാവിലെ തൊട്ടിരുന്നു നല്ല പണി നീ തന്നെ എടുക്കുന്നേ. നാരങ്ങ വെക്കാം നമ്മൾ. എന്താ എന്തെറ്റാ എന്താ കരയുന്നേ? ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളാണ്. അതിന് നീ കരയണം, നീ കരഞ്ഞു തീരണം. എന്നാല് ആ മൂല പോയിരുന്നു കര. അപ്പോ അങ്ങനെയാണ് വീട്ടിൽ പോടാ. വിഷയം പണിക്കാരൻ പൈനാപ്പിൾ മൊത്തക്കൊക്കെ ഉണ്ടല്ലോ. ഫുൾ സെറ്റ്. ഇത്ര ആൾക്കാർ ഇവിടെ പട്ടിനെ പോലെ പണിയെടുക്കുമ്പോ ഒരുത്തരം കാണുന്നില്ല. മുങ്ങിയവൻ മുങ്ങി. നീ നല്ലവനാന്ന് പറഞ്ഞ നല്ലവനാന്ന് പറഞ്ഞ ഇറങ്ങിപ്പോ. അങ്ങോട്ടല്ലേ നേരെ ഇങ്ങോട്ട് വിട്ടോ. ഞാൻ വിടൂല. എടാ ഒന്ന് പോടാ. പോയി ഡ്രസ് എടുത്തിട്ട് എന്നാല് കേറ്റാ നിന്നെ പേടിക്കണ്ട. ഇത് കഴിഞ്ഞില്ലേ, കൊറേ നേരമായല്ലോ. ഒപ്പനായിട്ട് മരിക്കും. കട്ട്ലറ്റിനുള്ളതാണ്. ഇത് ചെറുതാണല്ലോടാ മോനെ. കൊറേ ആളുണ്ട്. ഇത് ചെറുതായില്ലേ ഉണ്ടാക്കിയ പോലെ നല്ലത്. മറ്റേത് വലുതാക്കിയിട്ട് ചിലപ്പോ കുറവല്ലായ സീനാണ്. ചാനലൊക്കെ ഒരു കില്ലാടി തന്നെ അല്ലേ? എന്തൊക്കെ കഴിവാ. ഇതാണ് നമ്മൾ ഇവിടെ ബ്രെഡ് പൊരിക്കുന്ന സാധനം കാണിക്കണം. എന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ? മുട്ടയും പാലും പഞ്ചസാരയും. അഖിലടി തുടങ്ങി. ഇതിലെ ബ്രെഡ് തുടങ്ങി. സ്ഥലമില്ല അല്ലേ? ഫുള്ള് പണിയാണ്. കേരളത്തിൽ നിന്ന് കയറിയാ ഇതിനാ പണിയെടുക്കാനാടാ. എടാ നിന്റെ അടി തീർന്നില്ലടാ. തീർന്നതാ. താരങ്ങളൊക്കെ പാലിടൂ. സ്പെഷ്യൽ അത് ഒഴിച്ച് പിരിഞ്ഞ് ഇതാണ് ഷർബത്ത് റൂഹ് ഹഫ്സ. കളറാവട്ടെ. ഇവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നു സാധനം കില്ലാട് തന്നെ. ഇനി മുട്ട ഇതില് ബ്രെഡ് മുക്കിയിട്ട് നമ്മൾ പൊരിക്കും. ഉള്ളിവട കട്ട്ലറ്റ് മൊഴിഞ്ഞ കട്ട്ലറ്റ് ഓൺ ദ വേ. പണിയെടുക്കുന്ന ആൾക്കാര് ഇങ്ങനെ വരും. ആരോ കൈ കഴുകട്ടെ. അടുത്തായി നമ്മൾ പരിപാടി മ്യൂസിക് ഇട്ട കോപ്പിറൈറ്റ് അടിക്കും മനുഷ്യ. പൈനാപ്പിൾ മുറിക്കൽ. ജാബയാണ് പൈനാപ്പിൾ മുറിക്കുന്ന ആള്. ജാബിക്ക് പൈനാപ്പിൾ മുറിക്കാൻ അറിയാം. കണ്ടോ മുറിക്കുന്നുണ്ടോ? എന്റെ ജാബി ഇങ്ങനെ നല്ലത് മുറിക്കുന്നത്. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഇങ്ങനെയാടാ മുറിക്കല്. വീണ്ടില്ലേ ഇങ്ങനെ ചെത്തണം നമ്മൾ. ഇങ്ങനെ ചെത്തിയിട്ട് ഇതൊക്കെ പോകാം. എന്നിട്ട് പിന്നെ ഇവിടുന്ന് തുടങ്ങാം. ഇതൊന്നും നാളെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടെ. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പത്തേക്ക് അത് കഴിയുള്ളൂ. ഇവിടെ ഫുള്ള് എന്റെ മോനെ. എടാ ഇതിന്റെ ടേസ്റ്റ് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിട്ട് നമ്മള് നോമ്പില്ലാത്ത ആൾക്കാർ കഴിക്കും. നിങ്ങളുടെ ഒരു നോമ്പല്ലേ? അപ്പൊ നോമ്പില്ലാത്ത ഒരാൾ കഴിച്ച് ടേസ്റ്റ് നോക്കണ്ട ഇതിന്റെ. ശരി അങ്ങനെയല്ലേ? നമ്മള് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് അല്ല ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ആൾക്കാര്. നോമ്പില്ലാത്ത ആൾക്കാര് അതങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഹോട്ടലിലൊക്കെ സാധനം കഴിക്കണം. അതാണ്
എടാ ഇവന്റെ ഡെക്കറേഷൻ വിഷയല്ലേ ബോറായി. അതിലുണ്ട് ഡെക്കറേറ്റ്. ഇനിയുണ്ടോ പൈനാപ്പിൾ? പൈനാപ്പിൾ 10 കേക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ തിന്ന് തീർത്തിട്ട് വേണം നമ്മൾ രാത്രി എന്താ ഫുഡ്? രാത്രി എന്താ ഫുഡ് എനിക്കറിയില്ല കേട്ടാ. ഫെയർവെൽ ഇന്ന് രാത്രി. എടാ പൈനാപ്പിൾ ഒന്നുകൂടി മുറിക്കാണ്ട് മുറിച്ചോ. ഫസ്റ്റ് ഇതിൽ സെറ്റ് ആക്കി. അത് മുന്തിരി ഫുള്ളാക്കട്ടെ. മുന്തിരി നീ എന്താ കബറ് മൂടുന്നു? വെക്കേഷൻ കഴിഞ്ഞിട്ട് ആൾക്കാർ പോണം. വെക്കേഷൻ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട് അഖിലേട്ടൻ. കിതറി അഖിലേട്ടൻ. അഖിലേട്ടനെ തപ്പണം. അതാ പെണ്ണിന്റെ ബാക്കിൽ. പണ്ടേ പെമ്പിളന്റെ ബാക്കിൽ നിന്നിട്ടല്ലേ പറ്റിയ. എന്തായി പലതും കിട്ടിയാ ഉണ്ടല്ലേ. അപ്പൊ ഇന്ന് നാളെ ഫുൾ അഖിലേട്ടന്റെ ഡിഗ്രി കിട്ടിയതിന്റെ ചെലവാണ്. നിറച്ച് മുമ്പായിട്ടാ. भारद्वाज और छवि Yes. Hello guys, welcome Reels back to my channel. Subscribe, like, share. रील्स चलेगा. This is Akhileshan's secret life. Look. इन दोनों को मैं दूंगी. He's committed to a lot of girls. You know? He's a playboy. അഖിലേട്ടന്റെ കുസൃതികളാണ് നമ്മളിപ്പോ പുറകിൽ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടോ? കുസൃതികളാണ്. ഇയാൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക തരം കണ്ട എല്ലാരും ഫാൻസാ वो vlog में आ रही है. എന്റെ അഖിലേട്ടന്റെ. Hi guys, welcome back to my YouTube channel. Yes. Please Do like, subscribe share, comment, and subscribe. hit the bell icon. Vanakkam. You only know this much. Vanakkam. That is Tamil. अच्छा तमिल. Yeah. Vanakkam. मलयाली क्या बोलते हैं? नमस्कारम. ലീലകൾ കഴിഞ്ഞിട്ട് കേറി പോകുന്നുണ്ട്. കൃഷ്ണലീലകൾ കഴിഞ്ഞിട്ട് ഏതാ പെണ്ണ് കൊടുത്ത ചോക്ലേറ്റ് തന്നിട്ട് നോക്ക്. ഒരു പീസ് പോലും എനിക്ക് തന്നില്ല. അത് നന്നായി. നമ്മുടെ ഇഫ്താർ വരുന്ന ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെക്കന്മാര്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോ എടുക്കാൻ പോയി. തീർത്താടാ. കമോൺ ഇഫ്താർ വരുന്നത് എന്തൊക്കെയുണ്ട്? ഉള്ളിവട, ഫ്രഞ്ച് ടോസ്റ്റ്, പൈനാപ്പിൾ, വാട്ടർമെലൺ, ഗ്രേപ്സ്, ഓറഞ്ച്, മോഹബത്തി സർബത്ത്, ലെമണേഡ്. നാരങ്ങ വെള്ളം. താങ്ക് യു. പുതിയ മുഖത്തിന് നോക്കടാ. പുതിയ മുഖം ഏതാ സങ്കടാണ് എനിക്ക്. ഇനി പോയി ഡ്രസ് മാറ്റി. റൊണാൾഡോ അതല്ല നാളെ ബൈക്ക് എടുത്ത് വരണ്ടേ തിരിച്ചു വരും. ബൈക്കില്ല. മുരളി പറഞ്ഞ നീയും അഖില അവിടെ ഇരുന്നാ മതി. നമ്മൾ ഇങ്ങോട്ടല്ലേ വരിക. എന്നിട്ട് നിങ്ങൾ വന്നങ്ങോട്ട്. ഞാൻ എല്ലാം പറഞ്ഞപ്പോ നീ എന്ത് ചെയ്തു? സോ ടാസ്ക് എന്താന്ന് വെച്ചാല് എന്താ ഗീതാഞ്ജലി വരുന്നുണ്ട്. ഗീതാഞ്ജലി ഇത് റോളിങ് അത് ഉറപ്പാക്കി നിങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്യും. കാരണം നമ്മൾ 8 പേരില്ലേ. സോ നിങ്ങൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് നിങ്ങളോ നീ പോന്നാ ഇവർ ഓട്ടോ ബുക്ക് ചെയ്ത് ഇവൻ ഇറങ്ങിപ്പോ എങ്ങനെ അവിടെ നിന്ന് കയറിയല്ലേ മനസ്സിലാണോ? പൊട്ടന്മാരെ ഓരോ മണ്ടന്മാര് കൂടാണല്ലോ. എന്തിനാ എടുക്കുന്നത്?
ഹലോ എനിക്കറിയാം ഞാൻ ഇവിടെ ഇത്ര എനിക്കറിയായിരുന്നു നോമ്പ് വിടുന്നതൊക്കെ സ്വീറ്റ്സ് ഒക്കെ. നോക്കട്ടെ കുട്ടി വന്ന് ഞെട്ടിട്ടുണ്ട്. എത്ര പേരെങ്ങനെ ആ മണ്ട മുരളില്ലേ പൊട്ടനാണോ ഞാൻ ഒരു ഒട്ടനൊക്കെ അപ്പൊ ഒരു 3 ഒട്ടന ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. നൈസ്. ഇവർക്ക് കുറച്ച് ബുദ്ധി കൂടി ഉണ്ട് കേട്ടാ. നമ്മളപ്പോ എങ്ങോട്ടാ പോന്നെ? നമ്മൾ പോകുന്നു ഫെയർവെൽ പാർട്ടി. ഫെയർവെൽ പാർട്ടി. ഇവള് കുറച്ച് സുന്ദരിയായിട്ടുണ്ടോന്നൊരു സംശയം. മേക്കപ്പ് അല്ലേ? അല്ല നാച്ചുറൽ ബ്രൂട്ടിയാ. Let's go to farewell പരിപാടി. ഫെയർവെൽ ഗോയിങ് ഓൺ. ചേട്ടൻ ബാക്ക്, എല്ലാരും ബാക്ക്. പരിപാടി തുടങ്ങി. പറഞ്ഞോട്ടെ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാൻ ആദ്യമായിട്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ നിന്ന് കാണാതെ പോയി. സോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആരെയും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് പറയുന്നത്. പറ കുട്ടി കേക്കട്ടെ. ഓക്കെ വെൽക്കം ടു മണ്ടിക്കോ 24. നീ ഒരു 4 വാക്ക് പറഞ്ഞോ. ആ ഞാനും അതെ. എന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ പ്രൈസിൽ ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് CS-ലൂടെ. സോ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല കൂടെ. സോ അവര് പോയി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കൊല്ലം 2 കൊല്ലം ഭയങ്കര വന്ന ടൈമിൽ അടിപൊളിയായിരുന്നു. വന്ന ടൈമിൽ ലൈക്ക് എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആയാലും പിന്നെ എന്താ സീനിയേഴ്സ് ആയാലും കിട്ടിയ പിള്ളേരായാലും എല്ലാം അടിപൊളി. ഈ കോളേജ് മൂഞ്ച പറയാതിരിക്കാൻ വയ്യ. പറയാതിരിക്കാൻ ഞാൻ വിടാം എന്തായാലും വിടാം. രണ്ടു കൊല്ലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും എന്ത് പറയാനാണ്? കഴിഞ്ഞ പ്രസനം 22-ലാണ് അനന്തേട്ടൻ നേരെ ഡയറക്റ്റ് ലാൻഡ് ചെയ്യുന്നത് 22-ലേക്ക്. അപ്പോൾ നമ്മൾ ആരും പരിചയമില്ല. പക്ഷെ ആ ഒരു ഇത് കാണിക്കാണ്ട് നമ്മൾ എല്ലാവരുടെ കൂട്ടത്തിലും ഒരുപാട് മുന്നേ പരിചയമുള്ള പോലെ ആക്ട് ചെയ്ത് ഓക്കെ അങ്ങനെ നമ്മൾ കൂടെ കൂടിയ ആളാണ്. അപ്പോൾ അനന്തേട്ടനക്ക് നമ്മളോട് എന്താ പറയാനുള്ളത് അത് കേൾക്കാം. ഇതിപ്പോ എന്ത് പറയാനാ? ഇവിടെ പറയുമ്പോ ഇപ്പോ എന്താ പറയാ, സ്ഥലം തുടങ്ങണം. ഇവിടേക്ക് എത്തുമ്പോഴേക്കും ആദ്യം കിട്ടിയ കോണ്ടാക്ട് അവൻ്റെയാണ്. ഒരു മാസത്തിനടുത്തുള്ള കോണ്ടാക്ട് ഒക്കെ വഴിയാണ് നമ്മൾ എത്തിയത്. പിന്നെ അവിടെ എത്തിയ ഉടനെ തന്നെ നേരെ അവന്മാര് ഇവന്മാരുടെ റൂമിക്ക് പറഞ്ഞു വിട്ടു. പിന്നെ ഇവന്മാരുടെ കുറച്ച് ദിവസം ക്യാമ്പസ് കാണുന്നതിന് മുമ്പേ ജയ്പൂർ കണ്ടു തുടങ്ങി സൈക്കിളിൽ. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഓണം അങ്ങനെ എന്താ പറയുക ഫുള്ള് ഓണമായിരുന്നു. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് അങ്ങനെ സംഭവമൊന്നും വന്നിട്ടില്ല. നേരെ നമ്മൾ ഈ പറഞ്ഞ പോലെ വന്ന് ചാടി പിന്നെ അതിനുള്ളിൽ കിടന്ന് വരക്കി. പിന്നെ അത്യാവശ്യം ഇപ്പം നല്ല ചൂട് തണുപ്പ് മഞ്ഞപ്പിത്ത അതിനിടയിൽ അങ്ങനെ പറഞ്ഞ ആളുകൾ കിട്ടി. ഇപ്പം അതാ തിരിച്ചു പോകും. അത്ര അനിയന്മാരോട്ട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഫോർമലൊക്കെ അല്ല എന്ത് ഉപദേശം കൊടുക്കാണ്ട് പറഞ്ഞു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. കൈ കടയുന്നു. രക്ഷപ്പെടുന്ന ആരും പ്രതീക്ഷിക്കണ്ട. കഷ്ടപ്പാടാണ് ഇത് പിടിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ ഒരു അത്രയധികം വരാറും ആക്റ്റീവ് ഒന്നും അല്ലെങ്കിലും ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടായി. നമ്മളിപ്പം ഇവിടെ വന്നിട്ട് എത്ര 1.5 വർഷമായി. നേരത്തെ പറഞ്ഞു 1.25 4 മാസം ഉണ്ട്. 1.5 വർഷമായി. വന്ന സമയത്ത് ഇവിടെ മലയാളികളുടെ കാര്യം എനിക്കറിയില്ല. നല്ല കാര്യം. ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിട്ട് തന്നെ ഒരാഴ്ചയിലാണ് എംടെക് ചെയ്യാൻ. പെട്ടെന്നങ്ങ് വന്നു. ആദ്യം കണ്ട വിശാലിനെയാണ്. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം അവിടുന്ന് തുടങ്ങി. ഇവനെ കണ്ട പിന്നെ ആദ്യ ദിവസം ഞങ്ങൾക്ക് ഹോസ്റ്റൽ കിട്ടിയില്ല. വിശാലട്ട ദർശന എനിക്ക് എമനാറ്റിയെ
ഇവിടുത്തെ ഓണ സെലിബ്രേഷൻ ആണ് ലൈക്ക് ഇറ്റ്സ് ഫീൽ സൂപ്പർ ക്ലോസ് ടു ഹോം. അപ്പോൾ സുഹേൽ ആൻഡ് ടീം വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് എവറിത്തിങ് സൂപ്പർ സ്മൂത്ത്. അശ്വിന്റെ കോമ്പയർ ഞാൻ സമ്മതിക്കൂല. ഓണ സെലിബ്രേഷൻ ഇനിയും വലുത്. അപ്പോ അത് വിളിച്ചോളാം, ഓണത്തിന് വിളിക്കും ഉറപ്പായിട്ടും. പൈസ നിങ്ങൾ വിളിക്കുന്നു ഞാൻ പഠിക്കുകയാണ് ഇനിയും. കൂടുതൽ പൈസ കോഴി വസന്തയോ. എടാ കോഴി വന്നു, വസന്ത എവിടെ? ഞാൻ വന്നിട്ട് ഇങ്ങനെ ആദ്യം സംസാരിക്കുന്ന സനലിന്റെ എങ്ങനെയാണ് ഒരു പ്രശ്നമല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് മെസ്സേജ് അയക്കാം സനലിനോട്. അപ്പൊ ഹലോ സനൽ, ഞാൻ ആര്യനാണ് എഴുതിയുള്ളൂ. സനൽ റിപ്ലൈ ചെയ്ത് കുറച്ച് റെസ്പെക്ട് ഒക്കെ ആവാം, ബോസാ നിന്റെ. വണ്ടി സൈഡാക്കി ഞാൻ അവിടെ ഇരുന്ന് അച്ഛനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞ്. പിന്നെ അങ്ങനെയാണ് ആദ്യം സംസാരിക്കുന്നത്. അതിന് മുമ്പ് ആതിര ബോസ് എനിക്ക് നമ്പർ തന്നു സനലിന്റെ. സനൽ ബോസുണ്ട്. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ മുരളീനെ കണ്ടു, ബാക്കിയുള്ള ജൂനിയേഴ്സൊക്കെ കണ്ടു. ഓണം സെലിബ്രേഷൻ, ഉദയപൂർ ട്രിപ്പ്, കുറെ അടിപൊളി മെമ്മറീസ് ഉണ്ട്. ഞാൻ ആദ്യം ക്യാമ്പസ് വന്നിട്ട് മീറ്റ് ചെയ്ത മലയാളി മുതലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ തന്നെ സ്റ്റോറിയുടെ പോക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സനൽ ബോസിന്റെ കോള് വന്നു. ഇവനാണ് നമ്പർ കൊടുത്തത്. സനൽ ബോസ്, ഹാദിക് ബോസ്, ആശ്വിൻ ബോസ്, ശേഖർ ബോസും ധ്രുവ് ബോസും എല്ലാവരും നല്ലോണം അന്ന് വൈകുന്നേരം കിട്ടി, രാത്രിയും കിട്ടി. അഖിലേഷ് ആദ്യം മീറ്റ് ചെയ്തു. അവനെ കണ്ടപ്പോ ബോസിനും ആദ്യം വിളിച്ചു. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ പോട്ടെ ഇവിടുന്ന്. അത് കഴിഞ്ഞ് പിന്നെ കുറെ 2 ഓണം, അത് കഴിഞ്ഞ് ഉദയപൂർ ട്രിപ്പ്, വേറെ പിന്നെ ഒരു ഡൽഹി ട്രിപ്പ്, എല്ലാം കൂടി lots and lots of good memories. So thank you everyone, all and my batchmates and my seniors. ഇവൻ സ്പീച്ച് പഠിച്ചു വന്നേട്ടാ. കഴിഞ്ഞില്ലേ? എല്ലാ സീനിയേഴ്സിനും ഒരു ഫോട്ടോ കണ്ടിട്ട് ആര്യന് പ്ലേസ്മെന്റ് കിട്ടി. നമ്മുടെ ചെലവാ, ആര്യന്റെ ചെലവെന്ന്. ആര്യനെ പഠിപ്പിക്കാൻ പോന്നാ. മന്തിക്കട വന്നേക്കാ ജയ്പൂർ. അവിടെ മന്തിക്കട. ഇവിടെ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷെ ഇവൻ വന്നിട്ട് സെറ്റടാ. സന്തോഷമല്ലേ? വലിയ 9,000 രൂപയാണ്. 9,000 10,000 രൂപയാണ്. ആര്യടുന്ന് മരിച്ച്. ബാക്കി ഇനി ഡെസേർട്ടിൽ കൊടുക്കാം. പാവടാ, നമ്മൾ ഡെസേർട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. കണ്ണുകൂടെ ഡബിൾ കണ്ണുകൂടെ വെള്ളമൊക്കെ വരുന്നു തോന്നുന്നു. അറിയാണ്ട് പറഞ്ഞു പോയി ചെലവന്ന്. നിങ്ങക്ക് വേഗം പോണ്ടേ? പെറുക്കിയിട്ട് തിന്ന്. കുറച്ച് റൈസും കുറച്ച് ചിക്കനും. നമ്മള് ഡയറ്റിലാണ്. എന്താ 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 ഇതൊക്കെ എന്തോ പ്രശ്നമാണ് കേട്ടോ. കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. ചിക്കൻ ചിക്കൻ പീസ് കഴിഞ്ഞടാ. അല്ല കഴിഞ്ഞ ആദ്യന്റെ റിയാക്ഷനാണ് എനിക്ക് കാണേണ്ടത്. പോവാതെ അയ്യോ എല്ലാം കഴിഞ്ഞില്ല പോലെ ഇനി ഒന്നും പോയില്ല എന്നല്ലേ? എന്താ അവിടെ ഒരു ആഗ്രഹമല്ലടാ. എനിക്കറിയാം ബ്ലോഗ് തുടങ്ങി. ആര്യനുണ്ടല്ലോ, ഈ ട്രിക്ക് കേട്ടോ. ആര്യൻ നമ്മൾ നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ ആര്യനെ കാണില്ല. ആര്യനെയും മുരളിനും കാണില്ല. മുരളിയാണേ, മുരളിന് ഇപ്പഴേ കാണുന്നില്ലല്ലോ. സേലിനപ്പുറത്തുണ്ടല്ലേ? അപ്പൊ കാണില്ല. അപ്പൊ എന്താണ് ഇനി പറയാനുള്ളത്? എനിക്ക് കാണാൻ വരുമോ? പിന്നെ ഈ സ്ഥലത്തേക്ക് നിന്നെ കാണാൻ
ഇനി ഇവനെ കാണാൻ ഞാൻ അബുദാബി വരെ പോകേണ്ടി വരും. അബുദാബി അവനാണോ? നീ എപ്പോ പോണേ? എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എടാ അബുദാബിയിലും പ്ലെയിൻ കയറി പോകണ്ടേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്ലെയിൻ കയറണ്ടേ? ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നീ പറ. പ്ലെയിൻ കയറി പോണം. ഇവന്റെ വീട് ഗുരുവായൂരാണെങ്കിലും ഇത് നമ്മൾ സീനിയറാണോ? ആ പോടെ. ഇവന്റെ വീട് ഗുരുവായൂരാണെങ്കിലും ഇവൻ ഗുരുവായൂരിലേക്ക് വരില്ല. നീ വരാറുണ്ടോ ഗുരുവായൂരിലേക്ക്? എടാ ഞാൻ അടുത്ത ആഴ്ച പോവും. അടുത്ത ജോലി എന്താ വരും? എന്റെ വീട്ടിലേക്ക് അറിയാം. ഗുരുവായൂരിന്ന് വയനാട് 5 മിനിറ്റ് ദൂരല്ലേ ഉള്ളൂ. ഇവൻ വരില്ല, അതാണ് പ്രശ്നം. അപ്പം ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാണ് ഗൈസ്. നമ്മൾ എങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നമ്മളൊരു മാളിലാട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഉണ്ട്. ജാബി ഉണ്ട്, ഗോതുണ്ട്, ആതിരച്ചി ഉണ്ട്, ചേച്ചി ചേച്ചി ആതിര ആന്റി. പറ എന്തെങ്കിലും. എനിക്ക് കാണോ? കാണണം, കാണാണ്ടേ കൊണ്ട് പോകും. അബുദാബിയിൽ ബംഗാളിയുണ്ട് ഇവിടെ, സ്വേലുണ്ട്. പിന്നെ തിരിച്ചു ഇവരെ കാണാം. ഇവര് രണ്ടുപേരാണ് പോകുന്നത്. നിർത്തി പോരാ, ദുബായ് നിർത്തി പോരാ. മൂന്നാമത്തെ ഒരാള് പോണ്ട്. ആതിരച്ചി കേട്ടോ, സോറി. വരാം. ഫ്രണ്ട് ക്യാമറ കാശുള്ളവൻ ഹമ്മർ വാങ്ങുമ്പോൾ കാശില്ലാത്തോൻ വെടികൊണ്ടു മരിക്കുന്നു. പണമുള്ളവൻ മാളിക പണിയുമ്പോൾ പാവങ്ങളോ പരാവരിക്കുന്നു. അവിടെ എംടെക്കിന്റെ ആൾക്കാരും കൂടി ഉണ്ട്. ഇത് വേറ്റി ബ്ലോഗില് എംടെക്കിന്റെ ആൾക്കാരും കൂടി ഉണ്ട്. അപ്പൊ ആദ്യത്തെ കുറച്ച് പെണ്ണുങ്ങൾ ഇവനോട് എന്തൊക്കെ ചോദിക്കും. ഒരു ലൈനിന്റെ ആൻസറേ പറയണ്ടു ഇതിന്. എന്റെ കഥ സ്പൈസി അതല്ല ഒറ്റ സെന്റൻസ് ഇതിൽ ചോദിക്കുമ്പോ ഇവ അങ്ങോട്ട് ഉത്തരം പറയും. നീ പിന്നെ അവര് ചിരിച്ചു മാറിയാണെന്നാ കാണുന്നത്. ചിരിച്ചു പറയാൻ നമ്മളോട് കോമഡി അടിക്കില്ല. ഫുൾ ഈ മോക്കായിട്ടാ വരിക. ഇതല്ല, ഇത് ചിരിച്ചിട്ടാണ് സീരിയസ് ആയിട്ടുള്ള പോയത്. അതായിട്ട് വരിക. അവര് പല്ലക്കാടിക്ക് മിണ്ടത് അവിടെ ചിരിക്കുന്നില്ല. ബാച്ചുലറായിട്ട് വരിക. അത് പെൺകുട്ടികളോട് മാത്രം. ഫോൺ കോളിൽ പോലും മറ്റവളെ വിളിച്ചപ്പോ അവള് ഫോണിൽ ചിരിച്ചോന്ന് നിന്നൊന്നും മൂപ്പിക്കാൻ വേണ്ടി അല്ല പോയി ചത്തോ ഇല്ല. അതിലും വിളിച്ച് ഇവൻ ചിരിപ്പിക്കല്ല പെണ്ണുങ്ങള്. എന്നിട്ട് കോഴി ഞാൻ പോയി ചത്തോ ഏറ്റവും വലിയ കോഴി. ഇതാ പോന്ന പോലീസ് വണ്ടി നമ്മളെ പിടിച്ചതാ. അതെ, ഇന്നാരും കൂടി പ്രതിയായി. രാത്രി 3 മണിയല്ലേ ആയിട്ടുള്ളൂ. 3 മണിക്ക് റോഡ് കൂടി ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടാ. സ്വാതന്ത്ര്യം നമുക്ക് ഗാന്ധിജി നേടി തന്നിട്ടില്ല പണ്ട് വരെ. വെറുതെ ആവശ്യമൊന്നുമില്ല. അതെ അതെ, രാത്രി ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ലേ? ഇതല്ലാണ്ടോ നമ്മള് പോവും, ചായ കുടിക്കോ, തിരിച്ചു വരും, വീടോ. കുഴപ്പമില്ലല്ലോ, പോലീസിന്റെ ഇത് മര്യാദക്ക് സൈഡിൽ കൂടെ നടന്നു പോയി ചേർന്ന്. ഓക്കെ സാർ, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കുറച്ച് സൈഡിൽ നടക്കണം. ഓക്കെ. പോലീസിന്റെ ഇത് വാങ്ങിച്ചിട്ടാണ് നമ്മള് ചാടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരും പെർമിഷൻ. യെസ്, വി ആർ ലീഗലി ഗോയിങ് ടു ഡ്രിങ്ക് ടീ.
അതിന് പെർമിഷനും വേണം അവിടെ. യെസ് ഓഫ് കോഴ്സ്. എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യണേ ഗൈസ്? ആരും കരയുന്ന ഇടാ കരയല്ലേടാ, എല്ലാം ഓക്കേടാ. നീ ചെന്നൈ എത്തുമ്പോഴെങ്കിലും വിളിക്കാം. ഞാൻ അടുത്ത ദിവസം ഇങ്ങോട്ട് വരും. നമ്മ വരും. പോയി ഗൈസ്, അവര് പോയി.